ഏപ്രിൽ 13 കുരുത്തോല ഞായറാഴ്ച. ലൂക്ക 23 1 മുതൽ 49 വാക്യങ്ങൾ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ചിത്രങ്ങളിൽ കൊത്തിയെടുത്ത ഒരു ദിവസമായ ഈ കുരുത്തോല ഞായറാഴ്ച ആഴമേറിയ പ്രാധാന്യമുള്ള ഒരു നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. ഇന്നത്തെ സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജെറൂസലേമിലെ തിരക്കേറിയ തെരുവുകളിലേക്ക് നാം പോകുകയാണ്. അവിടെ ഒരു എളിയ കഴുത സന്തോഷകരമായ ഹോസാനകളുടെ ഒരു സംഘട്ടനത്തിനിടയിൽ രാജാക്കന്മാരുടെ രാജാവിനെ വഹിക്കുന്നു. ഈ ആഘോഷം വെറുമൊരു ചരിത്ര സ്മരണയല്ല, നമ്മുടെ സ്വന്തം ഹൃദയങ്ങളെയും വീണ്ടെടുപ്പിൻ്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന നാടകത്തിൽ നമ്മുടെ സ്ഥാനത്തെയും പരിശോധിക്കാനുള്ള ഒരു ക്ഷണമാണിത്. ദൈവത്തിൻ്റെ വഴികൾ എല്ലായ്പ്പോഴും നാം പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല. ഒരു യോദ്ധാവായ രാജാവായിട്ടല്ല, മറിച്ച് സമാധാനത്തിൻ്റെ എളിമയുടെയും പ്രതീകമായി ഒരു കഴുതപ്പുറത്ത് ജെറൂസലമിലേക്ക് വിജയകരമായ പ്രവേശനം നടത്താൻ ദൈവം യേശുവിനെ തിരഞ്ഞെടുത്തു. ഒരു കഴുതക്കുട്ടിക്ക് വേണ്ടിയുള്ള ലളിതമായ അഭ്യർത്ഥന ശക്തമായൊരു സത്യം വെളിപ്പെടുത്തുന്നു. ദൈവം ഏറ്റവും ചെറിയ വിശദാംശങ്ങൾ പോലും സംഘടിപ്പിക്കുന്നു. മുമ്പ് ആരാലും ഉപയോഗിക്കപ്പെടാത്തൊരു കഴുതക്കുട്ടി ഒരു പുതിയ തുടക്കത്തെ പ്രതീകപ്പെടുത്തുന്നു. ദൈവികത വഹിക്കാൻ തയ്യാറായ ഒരു പാത്രം. ശിഷ്യന്മാർ അനുസരിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കഴുതക്കുട്ടികളെ കർത്താവിൻ്റെ ഉദ്ദേശത്തിനായി സമർപ്പിക്കാൻ നാമും വിളിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത രംഗം സ്വയമേവുള്ള ആരാധനയോടെയാണ് വികസിക്കുന്നത്. വാഗ്ദത്ത മിശിഹയായി യേശുവിനെ തിരിച്ചറിഞ്ഞ ആളുകൾ ബഹുമാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെ അടയാളമായി അവരുടെ മേലങ്കികൾ അവൻ്റെ മുമ്പിൽ വിരിക്കുന്നു. അവരുടെ ശബ്ദങ്ങൾ സ്തുതിയുടെ ഒരു സിംഫണിയിൽ ഉയർന്നു വരുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ. ഇത് കണക്കുകൂട്ടിയ ഒരു പ്രകടനമല്ല, സന്തോഷത്തിൻ്റെ യഥാർത്ഥ പൊട്ടിത്തെറിയാണ്. അവരുടെ ഇടയിലെ ദിവ്യ സാന്നിധ്യത്തിൻ്റെ അംഗീകാരമാണ്. പിന്നെ സ്വയനീതിയാൽ അന്ധരായ ഫരിസേയർ സ്തുതിയുടെ ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിച്ചു. അവരുടെ കണ്ണിൻ മുന്നിൽ വെളിപ്പെടുന്ന ദൈവിക നിയമനത്തിൻ്റെ നിമിഷത്തിൻ്റെ പ്രാധാന്യം അവർ ഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും യേശുവിൻ്റെ പ്രതികരണം സത്യത്തിൻ്റെ ശക്തമായൊരു പ്രഖ്യാപനമാണ്. സ്തുതി കേവലം ഉചിതമല്ല, മറിച്ച് അനിവാര്യമാണെന്ന് അവിടുന്ന് ഉറപ്പിച്ചു പറയുന്നു. മനുഷ്യ ശബ്ദങ്ങൾ നിശബ്ദമാക്കപ്പെട്ടാൽ സൃഷ്ടി തന്നെ അവൻ്റെ മഹത്വത്തിന് സാക്ഷ്യം വഹിക്കും. കുരുത്തോല ഞായറാഴ്ച ഒരു ചരിത്രപരമായ പുനർനിർമ്മാണത്തെക്കാൾ കൂടുതൽ അത് പ്രവർത്തനത്തിനുള്ള ഒരു ആഹ്വാനമാണ്. നമ്മുടെ സ്വന്തം ഹൃദയങ്ങളെ പരിശോധിക്കാനും സ്വയം ചോദിക്കാനും ഇത് നമ്മെ ക്ഷണിക്കുന്നു. നമ്മുടെ കഴുതക്കുട്ടികളെ കർത്താവിൻ്റെ ഉദ്ദേശത്തിന് സമർപ്പിക്കാൻ നാം തയ്യാറാണോ? നമ്മുടെ സ്വന്തം അജണ്ടകൾ നീക്കിവെച്ച് അവൻ്റെ ഇഷ്ടം സ്വീകരിക്കാനും നാം തയ്യാറാണോ? രാജാക്കന്മാരുടെ രാജാവിനെ അചഞ്ചലമായ ബോധ്യത്തോടെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്തുതിഗീതത്തിൽ പങ്കുചേരാൻ നാം തയ്യാറാണോ? വിശുദ്ധവാരത്തിൻ്റെ യാത്രയിലൂടെ നടക്കുമ്പോൾ നാം ഈ
ഞായറാഴ്ചയുടെ ആത്മാവിനെ വഹിക്കുന്നു. എളിമയുള്ള കഴുതയെയും സ്വതസിദ്ധമായ സ്തുതിയെയും യുഗങ്ങളിലൂടെ പ്രതിധ്വനിക്കുന്ന വഴങ്ങാത്ത സത്യത്തെയും നമുക്ക് ഓർമ്മിക്കാം. ലൗകിക മഹത്വത്തിലല്ല, മറിച്ച് എളിമയുള്ള സേവനത്തിലാണ് നമ്മുടെ രാജാവ് എഴുന്നള്ളിയത്. അവൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്നതിൽ നമുക്ക് കല്ലുകളോടൊപ്പം പങ്കുചേരാം. എല്ലാ ബഹുമാനത്തിനും സ്തുതിക്കും അർഹനായ രാജാവിന് നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമാകട്ടെ, ഇപ്പോഴും എന്നേക്കും. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.